എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ്. എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ് ഞാനും കൊച്ചും കൂടെ. വൈഫും അമ്മയും ഒക്കെ പുറകിലാണ്. അപ്പോൾ റിച്ചുവിന് ഇവിടെ ഇങ്ങനെ കുത്തനെയുള്ള ഇറങ്ങി പിന്നെ കണ്ടിട്ട് പേടിയായി. കാരണം ഞാൻ എടുത്ത അല്ലെങ്കിൽ അവൻ നടന്നു തിരിച്ചു കയറിയപ്പോൾ നടന്നാണ് കയറിയത്. അപ്പം ഞാൻ ശേഷമാണ് വോയിസ് കൊടുക്കണത്. അവിടെ ആൾക്കാരുടെ സൗണ്ടൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ നല്ല മനോഹരമായ സ്ഥലമാണ്. പിന്നെ ഇതിനകത്ത് പാസ് വരുന്നത് ഒരാൾക്ക് 20 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ്സില്ല. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനും ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ നല്ല വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ നല്ല കടുത്ത വേനലായ ഈ സമയത്ത് പോലും നല്ല വെള്ളം, അതായത് നിറഞ്ഞ് കിടപ്പുണ്ട് വെള്ളം. വേനൽക്ക് വരെ ഇവിടെ വെള്ളത്തിൻ്റെ ക്ഷാമമൊന്നും ഉണ്ടാവില്ല. ആരും നിരാശരായി പോകേണ്ടി വരില്ല. അപ്പോൾ 5 മണി തൊട്ടിട്ട് രാവിലെ 9 മണി തൊട്ടിട്ട് വൈകിട്ട് 5 മണി വരെയാണ് ടൈം. അപ്പം ഞാനും കൊച്ചും കുളിക്കാൻ കൊണ്ട് പോവാണ്. അവിടെ ഞങ്ങൾ കണ്ട സ്റ്റെപ്പ് മറ്റേ കൈവരി കടന്ന് അങ്ങോട്ട് നടക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചിലപ്പോൾ വേനലായത് കാരണേ കുറച്ച് വെള്ളം ഇതുണ്ട്, കുറവുണ്ട്. അത് കാരണമാണ് അങ്ങനെ ഇരിക്കണത്. എന്നാലും നല്ല വെള്ളമുണ്ട് കേട്ടോ. എൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരണായിട്ടല്ലേ. വൈഫാണ് വീഡിയോ എടുക്കണത്. അത് കാരണമാണ് അത്രയൊരു പ്രൊഫഷണൽ വീഡിയോ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി സൂമൊക്കെ ചെയ്ത് എടുക്കാമായിരുന്നു. അപ്പോൾ മേളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ. ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ലാസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അത് നേരെയുള്ളത്. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അടിപൊളി ഇതായിരുന്നു. നല്ല തണുപ്പും അടിപൊളി ഒരു അനുഭവമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക. അതായത് അരീക്കൽ വെള്ളച്ചാട്ടം അടിച്ചു കൊടുത്താൽ മതി മൊബൈലിൽ. അപ്പോൾ വഴി കാണിക്കും. ഞങ്ങൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇതിനകത്ത് വെള്ളത്തിൽ തന്നെ കടന്നു കേട്ടോ. ആൾക്കാരിപ്പോൾ കയറി പോകുന്നുണ്ട്, ഇറങ്ങി വരുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഹോട്ടലൊന്നുമില്ല. നമ്മൾ ടൗണിൽ നിന്ന് കഴിച്ചിട്ട് വരേണ്ടി വരും. അപ്പോൾ ഇതൊരു കാട് ഏരിയ ഭാഗത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യണത്. അതിനടുത്ത് പിന്നെ ചായക്കടികൾ അങ്ങനെയൊക്കെ കിട്ടും എന്നങ്ങ് പറയാം. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അതൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ട് എന്ന് വെച്ചാൽ എറണാകുളം പിന്നെ തൃപ്പൂണിത്തുറ വഴിയാണ് പോകേണ്ടത്. ലോങ് വീഡിയോ ഉണ്ട്. അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ നിന്നാണ് താഴേക്ക് ആ വെള്ളം വരുന്നത്. അത്രയും ഇതുണ്ട് താഴേക്ക്. കടുത്ത വേനലാണെന്ന് ഓർക്കണം. എന്നിട്ടാണ് ഇത്രയും വെള്ളമുള്ളത്. പല സ്ഥലത്തും വെള്ളം ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട്. പല വെള്ളച്ചാട്ടത്തിലും പോയ നിരാശരായി പോകേണ്ടി വരും. ഇവിടെ അങ്ങനെ ആരും നിരാശരായി പോകേണ്ട സ്ഥിതിയില്ല. എന്തൊരു ഭംഗിയാണ്. മഴക്കാലത്തൊക്കെ അടിപൊളി ഭംഗിയാണ് ഇവിടെ.